കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൊതുവെ എല്ലാവരിലും ഉള്ളതും കുറച്ച് ആൾക്കാർക്ക് കേൾക്കുന്നതും ഇഷ്ടമല്ലാത്തതും ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. ആരെ ബുദ്ധിമുട്ടിച്ചാലും സ്വന്തം കാര്യം നേടിയെടുക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. കാര്യം നേടണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം പഴമക്കാർ പറയുവേ, കാത്തട്ടിപ്പും മുക്കാവെട്ടിപ്പ്. ഇപ്പം എല്ലാ കാര്യങ്ങളിലും കാത്തട്ടിപ്പുണ്ട്, കലിയുക എല്ലാത്തിലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുക്കാവെട്ടിപ്പിന് പോകുമ്പോഴാണ് അതിൻ്റെ വിഷയങ്ങൾ. നമുക്ക് സ്വാർത്ഥത വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അളവിൽ കൂടുതലായാലും അധികമായാൽ അമൃതായാലും വിഷമം. സ്വാർത്ഥ ചിന്താഗതിയോട് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ജനങ്ങൾ തിരിച്ചറിയും. അവനവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത വരുന്ന തലമുറയ്ക്ക് മകനാവാം, കൊച്ചുമക്കളാവാം, അങ്ങനെ ആർക്കായാലും ഇന്നവൻ നാട്ടുകാരെ മൊത്തം പറ്റിച്ച് കിടന്ന അവൻ ഇന്ന രീതിയിലാണ് മരണപ്പെട്ടത്. വെള്ളം കുടിക്കാതെ അല്ലെ വെള്ളം ഇറങ്ങാതെ മരിച്ചത്. അവൻ്റെ തലമുറ അവർ നശിച്ചു കിടക്കുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെയുള്ള ഒരു അപവാദങ്ങൾ കേൾക്കാൻ സാമ്പത്തികം വേണം, വേണ്ടാന്ന് പറയുന്നില്ല. ന്യായമായ മാർഗങ്ങളുടെ സാമ്പത്തികം വേണം. ആരെ ബുദ്ധിമുട്ടിച്ചായാലും അല്ലെ, പണ്ടുള്ളവർ പറയും ആരെ കൊന്നായാലും ഇത് പറയും അമ്മയ്ക്ക് താലി പണിയുമ്പോഴും അതിൽ നിന്നും കാപ്പവൻ പൊന്നു മോട്ടിക്കുന്ന തട്ടാണെന്നൊക്കെ പറയത്തില്ലേ എന്ന് സമുദായത്തിനെ പറഞ്ഞൊന്നുമല്ല ഞാൻ കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കായപ്പോൾ ഒരു ഉപകാരം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തുവാ ലാഭം, അതിൽ നിന്ന് എന്തുവാ ഗുണം? അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഈ ലോകത്ത് സ്വാർത്ഥത ഒരുപാടുണ്ട്. കുറച്ചെങ്കിലും ആൾക്കാർ, നന്മയുള്ള ആൾക്കാർ ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നത്, വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ പോകുന്നത്. അപ്പം ആ സ്വാർത്ഥതാ മനോഭാവം വെടിഞ്ഞ് നല്ല മനോഭാവത്ത് ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒരു ഉപകാരം ചെയ്താൽ മതി. ഒരു കിടപ്പ് രോഗിക്കെങ്കിലും അല്ലെ ഒരു സുഖമില്ലാത്ത ആൾക്കാർക്കെങ്കിലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. സാധാരണക്കാർക്ക്, സുഖമില്ലാത്തവർക്ക്, അവനവൻകായിട്ട് താഴ്ന്ന ആൾക്കാർക്ക് ചെയ്ത് ഒരു 100 രൂപയുടെ മെഡിസിനാണ് മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ 100 രൂപ, നമുക്ക് ആ 100 രൂപ നിസ്സാരമായിരിക്കും. പക്ഷെ അവർക്ക് ഉള്ളിൽ ആ ഒരു 100 രൂപയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാൾ ഉണ്ടായല്ലോ, ഒരു മകൻ്റെ സ്ഥാനത്തൊക്കെ ആയിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അവരുടെ ആ സന്തോഷം, അവരുടെ അനുഗ്രഹം ചിലപ്പോൾ നമുക്ക് 10 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം 2 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരാം. അച്ചീവ്മെൻറ്റ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഈശ്വരാനുഗ്രഹം കൂടും. ഈ വയ്യാതെ കിടക്കുന്ന ആളിനെ നമ്മൾ സഹായിക്കാൻ പോകുന്നതും എല്ലാം ഈശ്വരൻ്റെ പരീക്ഷണങ്ങളാണ്. ഈശ്വരൻ്റെ മുന്നിലെ കളിപ്പാവകളാണ് നമ്മൾ. അപ്പം ആ ഒരു ബോധത്തോടെ പെരുമാറുക, കഴിയാവുന്നവരെയൊക്കെ സഹായിക്കുക, കഴിവതും ഉപദ്രവിക്കാതിരിക്കുക. ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവം ചെയ്യരുത്. നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കിടക്കാം. എന്താ? അശ്വതി, കാർത്തിക, തിരുവാതിര, പൂയം, മകം, പൂരം, ഉത്രം, ചോതി, തൃക്കേട്ട, പൂരാടം, ചതയം. ഒരാൾ നിൽക്കുമ്പോഴേ ആള് വലിയ ആളാ, രാജാവാ, അവനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആളങ്ങോട്ട് മാറി കഴിയുമ്പോൾ അവൻ അങ്ങനത്തവനാ, അല്ലെ ഇവൻ ഇങ്ങനത്തവനാ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഇതിൽ പെടുന്നുണ്ട്. പരദൂഷണം പാപമാണ്. ഒരാളിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും ചീത്ത പറയരുത്. നമ്മൾ ഒരു നല്ല വാക്ക് ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ 2 പേരുണ്ടാവും, അല്ലെ 3 പേരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊന്നും പറയാത്തവർ കാണും. ആൾ കുഴപ്പമില്ല, ആളിന് 4 ആൾ കുഴപ്പമില്ല, ആരെയും ഉപദ്രവിക്കാൻ ജീവിച്ചു പോകും, നല്ലൊരു മനുഷ്യൻ. അങ്ങനെയെങ്കിലും നമുക്ക് ഒരു പറച്ചിലുണ്ടാവും. ഈശ്വരാനുഗ്രഹം വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. കുടുംബദേവത, ദേശദേവത, ധർമ്മദേവത, ഗുരുക്കന്മാർ, കാരണവന്മാർ, നമ്മളെക്കാട്ടി മുതിർന്നവർ, ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈശ്വരാധീനം ഉണ്ടാകത്തുള്ളൂ. നിത്യം പ്രാർത്ഥനകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈശ്വരാധീനം വരാനുള്ളൊരു വഴികളാണ്. അപ്പം നമുക്ക് ഒരുപാട് മാർഗത്തിലൂടെ പല ഐശ്വര്യങ്ങൾ വരാനുണ്ട്. അപ്പം നമ്മൾ ഈ ആരെയും ബുദ്ധിമുട്ടിക്കുമ്പോഴേ എല്ലാവരും, ഇപ്പം നിങ്ങളിലായാലും എന്നിലായാലും എല്ലാം ഒരേ ശക്തിയാണ് മുമ്പോട്ട് പോകുന്നത്, ഈശ്വരൻ. ഈ അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് പോകുന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ആളാന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ. നേരത്തോട്ട് നേരം ആകുമ്പോൾ ആൾക്കാർ പറയും കത്തിക്കിടാന്ന് പറയും, ഇല്ലയോ? അപ്പം ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എല്ലാവരും അവരുടെ രീതിയിൽ
അവരത് നിമഞ്ജനം ചെയ്യും. അവനവൻ ആരുമല്ല, ഈശ്വരനാണ് വലുത്. ആ ഒരു ബോധത്തോടെ പെരുമാറുക, ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക. ഈ പറഞ്ഞ നാളുകാർക്ക് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ വിശേഷങ്ങളുള്ളത്, മറ്റുള്ളവർക്കും ഉണ്ടാവാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചിരിക്കും, ചിലർ പറയും ശരിയാണല്ലോ തിരുമേനി പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം നമുക്ക് കൗൺസിലിങ്ങിലൂടെയൊക്കെ ഇതൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ ജാതകത്തിൽ ചില ഗ്രഹങ്ങളുടെ ഒരു മൗഢ്യത കൊണ്ടോ അംശത്തിൽ ചില ഗ്രഹങ്ങളുടെ പോരായ്മ കൊണ്ടോ ഇങ്ങനെ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാം. സ്വഭാവ വൈകല്യങ്ങൾ വെച്ചാൽ പല രീതിയിൽ സ്വഭാവ വൈകല്യങ്ങൾ വരാം. അതൊക്കെ നമുക്ക് ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ബയോഡേറ്റ പോലെ ആളൊന്നും ഇങ്ങോട്ട് പറയണ്ട. ജാതകം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളുടെ ജാതകം, സ്വഭാവം, ജീവചരിത്രങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എത്ര തൊഴിലിന് പോയി, എത്ര വിവാഹം കഴിച്ചു, എവിടാ ഉറച്ചു നിൽക്കാത്ത എവിടാ, എത്ര രൂപ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും ജാതകം വിശദമായിട്ട് പരിശോധിക്കുന്ന ഉത്തമനായ ഒരു ജ്യോതിഷനാണ് കണ്ടുപിടിച്ച് പറയാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അപ്പം ഈ നക്ഷത്രക്കാരും ഇതേ സ്വഭാവം പിന്തുടരുന്ന മറ്റ് നക്ഷത്രക്കാരും ഒന്ന് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവനവനെ ന്യായമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അവനവൻ്റെ മനസ്സിനെ തട്ടിയെങ്കിൽ, അവനവൻ്റെ ഒരു മനസ്സിനടുത്തൂടെങ്കിലും ഒന്ന് പ്രവേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ മനസാക്ഷിയുള്ള ഒരാൾക്ക് ശ്രവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം, സംവാദിക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.